കുറേ നാൾക്ക് ശേഷം നായിക ഇല്ലാത്ത ഒരു തമിഴ് പടം കണ്ടു. അങ്ങനെ വലിയ സംഭവമായിട്ടുള്ളൊരു പടമൊന്നുമല്ല ഈ പടം. ആക്ച്വലി ഞാൻ ഈ യൂട്യൂബ് റിവ്യൂവും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ റിവ്യൂ എല്ലാം കണ്ടിട്ടാണ് കാണാൻ വേണ്ടി കയറിയത്. ജീവയുടെ പടമാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ നല്ല കിടിലം പാട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ടായ ജീവയുടെ എല്ലാം പഴയ പടം നോക്കിക്കഴിഞ്ഞാൽ മതി, നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇയാളെ പണ്ട് ഇഷ്ടമാണ്. അപ്പോൾ അയാളുടെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പടം വന്നൊരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പൊങ്കൽ റിലീസായിട്ടാണ് പടം വന്നത്. പൊങ്കൽ വിന്നറാണ് ഈ പടം. അപ്പോൾ വിജയുടെ പടം നമ്മൾ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ പടം വന്നില്ല. കാർത്തിയുടെ പടവും അതുപോലെ തന്നെ ശിവകാർത്തികേയൻ്റെ പടവും അങ്ങനെ വേണ്ട രീതിയിൽ വലിയ ഹിറ്റായിട്ടുമില്ല. അങ്ങനെയാണ് ഈ പടം അടിച്ചു കയറി വരുന്നത്. പടം എന്തായാലും ഹിറ്റായിട്ടുണ്ട്. നിതീഷ് സഹദേവാണ് പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഫാലിമി എന്ന് പറയുന്ന ഒരു കിഡിലം പടം ഡയറക്റ്റ് ചെയ്ത ഒരു നല്ല ഡയറക്ടറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ഫാലിമി. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിന് കയറാൻ വേണ്ടി വെച്ചത്. ഒരു കുഞ്ഞു പടം കേട്ടോ, 2 മണിക്കൂറിൽ താഴെ ഡ്യൂറേഷനുള്ള ഒരു ചെറിയ പടമാണ്. കോമഡി ട്രാക്കിലാണ് സിനിമ പോയിരിക്കുന്നത്. എന്നാൽ അങ്ങനെ മലയാളി ഓഡിയൻസിനെ അങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന വലിയ എക്സൈറ്റ് ചെയ്യിക്കുന്ന വലിയൊരു പടമൊന്നുമല്ല. ഇത് ആക്ച്വലി ഒരു കുഞ്ഞു പടമാണ്. അപ്പോൾ തമിഴ് സിനിമ കാണുന്ന അല്ലെങ്കിൽ തമിഴ് ഓഡിയൻസിന് വലിയ നല്ല ക്വാളിറ്റി ഉള്ളൊരു കോണ്ടന്റ് കിട്ടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരു വലിയ തമാശ പടമായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമ കിട്ടി. പിന്നെ ഇതൊരു ഒരു ഗ്രാമീണമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടത്തിന്റെ സ്റ്റോറി ലൈൻ പോകുന്നത്. അതിന് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ഓക്കെ, ഒരു ദിവസം നടക്കുന്ന കഥയെന്നോ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ നടക്കുന്ന കഥയൊന്നും വേണമെങ്കിൽ പറയാം. നമ്മൾ പണ്ടത്തെ ഈ കോമഡി സ്കിറ്റിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമില്ല. അതായത് ഒരു വീട്ടിൽ മരണം നടക്കുന്നു, അതിന്റെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അടുത്തടുത്ത വീടുകളിൽ 2 എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള, ഒരു സ്ഥലത്ത് മരണം അടുത്ത സ്ഥലത്ത് കല്യാണം ആകുമ്പോഴത്തേക്ക് അവിടെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഇമോഷൻസ് അവിടെ വന്നു. അപ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തമാശകൾ, സിറ്റുവേഷൻ കോമഡികൾ, ഈ വീട്ടുകാർ തമ്മിൽ മുമ്പേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു കോമഡി ട്രാക്കിലേക്ക് കൊണ്ടുവരാനാണ് ഡയറക്ടർ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഫുൾ പടമായിട്ടല്ല, ചില സിറ്റുവേഷൻ ബേസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മരണം അല്ലെങ്കിൽ ഇതുപോലെ 2 എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഒരേ സമയം ട്രീറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തമാശകളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ കഴിഞ്ഞ വർഷം റിലീസായ പടമില്ലേ നമ്മുടെ അനശ്വര രാജന്റെ പടം വ്യസന സമേതം ബന്ധുമിത്രാദികൾ, അതിൽ ഈ മല്ലിക സുകുമാരന്റെ ക്യാരക്ടർ മരിക്കുന്ന സമയത്ത് ഈ അനശ്വരനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സിജു സണ്ണിയുടെ ക്യാരക്ടർ വരില്ലേ, ആ ഒരു ചെറിയ പ്ലോട്ടിനെ എടുത്തിട്ട് ഒന്ന് റീവർക്ക് ചെയ്തതുപോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത്രയും തമാശയൊന്നും ഈ പടത്തില്ല കേട്ടോ. 3TT അത്രയ്ക്കും തമാശകളൊന്നുമില്ല. ചിലപ്പോൾ തമിഴ് ഓഡിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ട്രിം ചെയ്തതായിരിക്കാം. എന്നാലും തമിഴിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള തമാശകളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തമാശ പടം എന്ന് പറയാം. ഇനി ആർട്ടിസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവയാണ് ഈ പടത്തിൽ മെയിൻ ലീഡിൽ വന്നിട്ടുള്ളത്. ചങ്ങായി തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എവിടെ അങ്ങനെ വെറുപ്പിച്ചിട്ടില്ല. അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ 2 വീട്ടുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരും പിന്നെ ഇയാളുടെ ചങ്ങായിമാര്, പിന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കന്റെ ഒരു ഫാമിലി ഉണ്ട്. അവർ നല്ല രസമായിരുന്നു കേട്ടോ. അവർ പറയുന്ന തമിഴ് സ്ലാങ്ങിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചെല്ലാം